ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം മനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 78. രുക്മിണീ സന്ദേശം. ത്രിദിവവർദ്ധകിവർദ്ധിതകൗശലം ത്രിദശദത്തസമസ്തവിഭൂതിമത് ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ചിതരോചിഷാ ദദുഷിരേവ തഭൂപൃതിരേവതീം ഹലഭൃത്തെ തനയാം വിധിശാസനാത് മഹിതമുത്സവഘോഷമപൂപുഷ സമുദിതൈർമുദിതൈः സഹ യാദവൈ അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമാദിത്സത ചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ ചിരധൃത പ്രണയാ ത്വയി ബാലിക സപതി കാംക്ഷിത ഭംഗസമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകദനം കദനംഗവിനിർമ്മിതം ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം ഹി ദുരാശദുരാസദം മുദമവാപ ച സാദരപൂജിത സഭവതാ ഭവതാപഹൃതാ സ്വയം സ ച ഭവന്തമവോചത കുണ്ഠിനേ നൃപസുതാ ഖലു രാജതി രുക്മിണീ ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേദി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ കപതേ തയാ അശരണാം യതി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദന നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസി തേ ക്ഷണാം പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. നാരായണീയത്തിലെ ദശമസ്കന്ധത്തിലെ 78-ാം ദശകമാണ് ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് രുക്മിണി സ്വയംവരം, അതില് ബ്രാഹ്മണ ദൗത്യം ഇവയൊക്കെയാണ്. ഇതിന്റെ മുന്നോടിയായിട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്
ഈ ജരാസന്ധനും ഭഗവാനും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിന്റെ അവസാനം ആ ജരാസന്ധന്റെ അഹങ്കാരത്തെ ആ മൂർധന്യാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ യുദ്ധത്തിൽ അന്ത്യവിജയം ആ ജരാസന്ധന് നൽകിയത്. അതിനുശേഷം ഭഗവാൻ അവിടെ നിന്ന് പലായനം ചെയ്ത് സാഗരമധ്യത്തിൽ നിർമ്മിച്ചിട്ടുള്ളതായ ആ ദ്വാരകാ നഗരത്തിൽ ചെന്നെത്തുകയാണ് ഉണ്ടായത്. ആ ദ്വാരകാ നഗരം ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ നിർമ്മാണ കൗശലം മുഴുവൻ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളതും സമസ്ത ഐശ്വര്യങ്ങളോട് കൂടിയതും ആയിരുന്നു. ആ പുതിയ നഗരത്തെ ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ ഉജ്ജ്വല കാന്തി കൊണ്ട് ഒന്നുകൂടി മോടി പിടിപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ ഉപദേശാനുസരണം രേവത രാജാവിൻ്റെ പുത്രിയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു. രേവതി എന്നായിരുന്നു ആ സുന്ദരിയുടെ പേര്. ആ വിവാഹം ആ യാദവ സൈന്യം ഒരു ഉത്സവമായി തന്നെ ആഘോഷിച്ചു. വിദർഭ രാജാവിൻ്റെ പുത്രിയും ആ ഭഗവാനിൽ അത്യധികം പ്രണയമുള്ളവളുമായിട്ടുള്ള രുക്മിണിയെ അവളുടെ സഹോദരനായിട്ടുള്ള രുക്മി ദുഷ്ടനായ ചേതി രാജാവുമായിട്ടുള്ള വിവാഹം രുക്മിണിയുടെ സമ്മതമില്ലാതെ തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ രുക്മിണി ദേവിയുടെ പിതാവിന്, അതായത് വിദർഭ രാജാവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. വളരെ കാലമായി അങ്ങയോടുള്ള പ്രണയം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ബാലികയായ രുക്മിണി തന്നെ ചേതി രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി തൻ്റെ മനോരഥം തകരുന്നതിലുള്ള ദുഃഖം മൂലം നീചനായ കാമദേവൻ തനിക്കുണ്ടാക്കിയിരിക്കുന്ന ദുഃഖം ഭഗവാനെ അറിയിക്കാൻ ഒരു ബ്രാഹ്മണനെ ദൂതിനയച്ചു. ദുർമതികൾക്ക് എത്താൻ കഴിയാത്ത അങ്ങയുടെ നഗരത്തിലേക്ക് ആ ബ്രാഹ്മണ കുമാരൻ വേഗത്തിൽ എത്തിച്ചേർന്നു. ലൗകികമായിട്ടുള്ള ദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന അങ്ങയുടെ ആ ബഹുമാനപൂർവമായ സൽക്കാരം നിമിത്തം അത്യധികം സന്തോഷഭരിതനായി ബ്രാഹ്മണൻ. അദ്ദേഹം അങ്ങയോട് പറഞ്ഞു, കുണ്ടിന നഗരത്തിലെ ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായ രുക്മിണി ഐശ്വര്യത്തോടെ പ്രശോഭിക്കുന്നു. അങ്ങയിൽ ആസക്തയും തൻ്റെ സ്വാഭാവികമായ ധീരത നശിച്ചവളുമായിട്ടുള്ള ആ കുമാരിയാണ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ആ ബ്രാഹ്മണൻ രാജപുത്രിയുടെ ഇപ്രകാരമുള്ള സന്ദേശം അറിയിച്ചു. അങ്ങയുടെ ഗുണമാഹാത്മ്യങ്ങളാൽ പണ്ട് മുതലേ ആകർഷിതയായവളാണ് ഞാൻ. ചേതി രാജാവായിട്ടുള്ള ശിശുപാലൻ ഇപ്പോൾ എന്നെ അപഹരിക്കാൻ പോകുന്നു. അല്ലയോ കൃപാനിധേ, ത്രിലോകനാഥ, അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണേ. അശരണയായ എന്നെ അങ്ങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ജീവത്യാഗം ചെയ്യും. ഇപ്രകാരമുള്ള രുക്മിണി സന്ദേശം കേൾപ്പിച്ച് ആ ബ്രാഹ്മണ യുവാവ് അങ്ങയുടെ ഹൃദയത്തെ മഥിച്ചു. പിന്നീട് ഭഗവാൻ അവനോട് പറഞ്ഞു, എനിക്ക് അവളേക്കാൾ കൂടുതൽ മന്മഥപീഡയുണ്ട്.
ഹേ ബ്രാഹ്മണ, അതുകൊണ്ട് ഞാൻ അവിടെ എത്തി സുന്ദരിയും പ്രിയപ്പെട്ടവളുമായ ദേവിയെ സർവ രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് അപഹരിക്കുന്നതാണ്. സന്തുഷ്ടനായ ബ്രാഹ്മണനോടുകൂടി രഥാരൂഢനായി വേഗത്തിൽ കുണ്ടിന നഗരത്തിലെത്തിയ ഭഗവാനെ വാതരോഗത്താൽ വലഞ്ഞിരിക്കുന്ന എന്നെ എല്ലാ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.